ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഒരു വീഡിയോയുമായി വരുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയാം. ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്തിട്ട് ഏകദേശം ഒരു മാസത്തോളം കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇന്നാണ് ഇതിടാൻ സാധിച്ചത്. ഞാൻ ഇതൊരു പെസഹ വ്യാഴാഴ്ചത്തെ നമ്മുടെ ലാസ്റ്റ്, അതായത് മാർച്ച് എൻ്റെ ആയിരുന്നു നമ്മുടെ പെസഹ. അപ്പോൾ ആ ഒരു സമയത്തെ വീഡിയോ ആണ്. അന്നൊരു ദിവസത്തെ പെസഹ അപ്പമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ദിവസത്തെ വീഡിയോ ആയിരുന്നു. അപ്പം ഞാനത് വിനീഷേൻ്റെ വീട്ടിലാണ് അന്ന് ഉണ്ടായിരുന്നത്. ഒരു ഡേ ഫുള്ളൊന്നുമില്ല, അന്നത്തെ ആ ഒരു ദിവസത്തെ കുറച്ച് വീഡിയോസ് ഞാൻ വീഡിയോ ആക്കി ഇടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് ഇടാനായിട്ട് ഇന്നാണ് ഞാനും വീഡിയോ ഇടാനൊക്കെ ആയിട്ട് ഓക്കെ ആയത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ആ റീസൺ അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പെസഹ വ്യാഴാഴ്ച രാവിലെ ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട് സമയം ഇപ്പം. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഞാൻ മുറ്റമടിച്ചു, ചോറ് വെച്ചു. അപ്പോൾ മമ്മി പറഞ്ഞു എങ്ങനെയാണ് നമ്മുടെ കപ്പളത്തിൽ കപ്പളങ്ങ പറിക്കുവാണെങ്കിൽ നമുക്ക് തോരൻ വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ദാ വിനീഷൻ എനിക്കൊരു കപ്പളങ്ങ പറിച്ച് തന്ന്. അങ്ങനെ അതെല്ലാം ഞാൻ അരിഞ്ഞ് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ കപ്പളത്തിൽ ഇഷ്ടം പോലെ കപ്പളങ്ങയുണ്ട്. ഞങ്ങൾക്ക് ഡെയിലി മിക്കവാറും ഒരു കപ്പളങ്ങാപ്പഴം കഴിക്കാനായിട്ട് കിട്ടും. ഞാനത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് നേരത്തെ കപ്പളങ്ങാപ്പഴത്തിനോട് അതുപോലെ അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ കിട്ടിയാൽ കഴിക്കുമെന്നുള്ള ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഡെയിലി ഇങ്ങനെ കഴിച്ചിട്ടെങ്കിൽ ഭയങ്കര ഇഷ്ടം, പ്രത്യേക ഒരു ടേസ്റ്റ് തോന്നാറുണ്ട്. സാധാരണ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണെങ്കിലും നമ്മൾ വീട്ടിലങ്ങനെ അധികം നിൽക്കുന്നില്ലാത്തതുകൊണ്ട് ഇപ്രാവശ്യം വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ പറ്റിയത്. കപ്പളങ്ങാപ്പഴം, പേരയ്ക്കപ്പഴം, ചാമ്പങ്ങ, മാങ്ങ, എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷെ നമ്മളൊന്നും നാട്ടിലില്ലാത്തത് കൊണ്ട് നമുക്ക് കഴിക്കാനും പറ്റുന്നില്ല. ബാക്കി അതെല്ലാം അടുത്തുള്ളവർക്കെല്ലാം കൊടുക്കും, അങ്ങനെയാണ്. അപ്പോൾ ഇപ്രാവശ്യം ആദ്യമായിട്ട് ഞങ്ങൾ വന്ന ടൈമിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ പണി തീർക്കുക, കാരണം നമുക്ക് ഉച്ച കഴിയുമ്പോഴത്തേക്കും അപ്പത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കണം. അപ്പം നമ്മൾ അടുക്കളയിൽ നിൽക്കാനായിട്ട് ഒന്നും ഉണ്ടാക്കാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കറിയൊക്കെ വെച്ചു. അതിനിടയ്ക്ക് മോര് കറി വെച്ചായിരുന്നു, കപ്പളങ്ങാത്തോരന്, പിന്നെ നമ്മുടെ നെല്ലിക്കച്ചാർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു കൊണ്ടാട്ടം മുളകും. അപ്പോൾ ഇത്രയാണ് ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് കഴിച്ചിട്ട് വേണമല്ലോ അപ്പത്തിൻ്റെ പരിപാടികളിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പത്തിൻ്റെ പരിപാടികളിലേക്ക് കിടന്നപ്പം ബിനീഷേനാണ് ഇപ്രാവശ്യം അപ്പം കുഴച്ച് അതുണ്ടാക്കുന്നതൊക്കെ. മമ്മി പറഞ്ഞു കൊടുത്തു, ബിനീഷേനാണ് എല്ലാം ചെയ്യുന്നത്. അങ്ങനെ അപ്പത്തിന് വേണ്ടിയിട്ട് കുഴയ്ക്കാൻ പോവുകയാണ്. ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഇടാഞ്ഞതിൻ്റെ റീസൺ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നാട്ടിൽ വരുന്നപ്പോൾ അവിടുന്ന് ഖത്തറിൽ നിന്ന് പോന്നപ്പോൾ വിചാരിച്ചു നാട്ടിൽ വന്നിട്ട് ഡെയിലി എനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള ഒരു കണക്കൂട്ടലുകളിലാണ് നാട്ടിൽ വന്നത്. പക്ഷെ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ വിചാരിച്ചതുപോലെ ഒന്നുമല്ല കാര്യങ്ങൾ നടന്നത്. നമ്മൾ ഓരോന്ന് പ്ലാൻ ചെയ്യുന്നു, പക്ഷേ തീരുമാനം കർത്താവിൻ്റേതെന്ന് പറഞ്ഞതുപോലെ എല്ലാം ദൈവം തീരുമാനിക്കുന്നത് പോലെയല്ലേ നടക്കുകയുള്ളൂ. നമുക്ക് പ്ലാൻ ചെയ്യാനല്ലേ പറ്റുള്ളൂ. അപ്പം അതിനിടയ്ക്ക് ഞാൻ ഇതും കൂടി പറഞ്ഞു പോകാം. ഇത് പെസഹ നമ്മുടെ കുരിശപ്പത്തിന് വേണ്ടിയിട്ട് വിനീഷ് ചേട്ടൻ അത് കുഴച്ച് വെക്കുന്നതാണ് കേട്ടോ. കുറച്ച് നേരം നമ്മൾ കുഴച്ച് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടത് മിക്സ് ചെയ്യുവാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ അപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇങ്ങനെ നമ്മൾ പ്ലേറ്റിനകത്ത്, എല്ലാവർക്കും അറിയാം, നമ്മുടെ ക്രിസ്ത്യൻസിനൊക്കെ അറിയാം, എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കണതാണ്. ഇത് ആദ്യമായിട്ടാണ് വിനീഷ് ചേട്ടൻ ചെയ്യുന്നത്. മമ്മിയെല്ലാം പറഞ്ഞു കൊടുത്തു. പിന്നെ അങ്ങനെ നമ്മുടെ കുരിശപ്പത്തിനുള്ള എല്ലാം മാവെല്ലാം കുഴച്ച് റെഡിയാക്കി. ഇനിയിപ്പോൾ ഒരു കുരുത്തോല നമ്മൾ ഇങ്ങനെ കുരിശാകതിൽ അതിനകത്ത് വെക്കും. ഞാനപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് നാട്ടിൽ വന്നിട്ട് വീഡിയോസൊക്കെ ഏറെ ചെയ്യണം എന്നൊക്കെ ഉള്ള രീതിയിൽ വന്നെങ്കിലും എനിക്ക് ഈ പറഞ്ഞതുപോലെ ആദ്യം നാട്ടിൽ വന്ന് നമ്മളൊരു 2 വീക്ക് യാത്രയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തിരക്കായിട്ട് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഈ പെസഹ ഒക്കെ കഴിഞ്ഞ് മലയാറ്റൂർക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ പോയ വഴിക്ക് തന്നെ വന്നതിന് ശേഷം എനിക്ക് നന്നായിട്ട് പനി പിടിച്ച്, എനിക്കും പനി, കുഞ്ഞിനും പനി. വിനീഷേട്ടന് പനി പിടിച്ചെങ്കിലും അത്ര സീരിയസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് നന്നായിട്ട് ഒരു 1 വീക്കോളം ഞാൻ കിടപ്പായിപ്പോയി. അതുപോലെ എനിക്ക് പനി വന്നിട്ട് അങ്ങോട്ട് ക്ഷീണവും അതിൻ്റെ കൂടെ നല്ല ചുമയും എല്ലാം കൂടി ആയിട്ട് ഒന്നും പറയണ്ട. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ എനിക്കിതുപോലൊരു പനി വന്നിട്ട് ശരിക്കും ഞാൻ ടയേർഡായിപ്പോയി എന്ന് പറയാമല്ലോ, അതുപോലെ ആയിപ്പോയി. ആ കൂടെ തന്നെ കുഞ്ഞിനും വയ്യ. എല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ആകപ്പാടെ മടുത്തുപോയി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എൻ്റെ അമ്മച്ചിക്ക്, എൻ്റെ വീട്ടിൽ എൻ്റെ വല്യമ്മച്ചിയുണ്ട്, പപ്പായുടെ അമ്മ. അമ്മച്ചിക്ക് 90 വയസ്സ് ഉണ്ട് കേട്ടോ. 90 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ.
90 വയസ്സുണ്ടെന്ന് പറഞ്ഞാൽ അമ്മച്ചിക്ക് അങ്ങനെ ക്ഷീണമോ കാര്യങ്ങളോ വേറെ അസുഖങ്ങളോ ഒന്നുമില്ല. ഷുഗർ, പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞതുപോലെ അമ്മച്ചി ഒരിടത്തും കിടക്കാറൊന്നുമില്ല. അമ്മച്ചി എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കും. പകൽ പോലും അമ്മച്ചി ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. അമ്മച്ചി ഇങ്ങനെ കിടക്കുന്നത് അമ്മച്ചിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് അമ്മച്ചി ഞങ്ങളൊക്കെ വഴക്ക് പറയും, അമ്മച്ചി എന്തിനാണ് ഇങ്ങനെ മിറ്റമൊക്കെ അടിക്കുന്നത്, ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടും അമ്മച്ചി കേൾക്കില്ല. അമ്മച്ചി മിറ്റം അടിക്കും, പിന്നെ കറിക്കരിയാൻ അരിഞ്ഞു തരും, പാത്രങ്ങൾ കഴുകും, അങ്ങനെയൊക്കെ ചെറിയ ജോലികളൊക്കെ ചെയ്തിങ്ങനെ നടക്കും. ഒന്നുമില്ലെങ്കിൽ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നടക്കും. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അത് ഞങ്ങളുടെ പനിയെല്ലാം കഴിഞ്ഞപ്പോൾ അമ്മച്ചിക്ക് പെട്ടെന്നൊരു ദിവസം ഇതുപോലെ നല്ലൊരു പനി വന്നു. പനി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് സോഡിയമൊക്കെ താന്നു പോയി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 2 ദിവസം പിന്നെ ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ അതൊക്കെ അമ്മച്ചിക്ക് വയറ്റിൽ നിന്നൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ അമ്മച്ചിക്ക് ക്ഷീണമായി തുടങ്ങി. അമ്മച്ചി അധികം സംസാരിക്കുന്നൊന്നുമില്ല. എങ്കിലും അമ്മച്ചി കിടക്കുന്നുണ്ടായിരുന്നില്ല. അമ്മച്ചി ഇരിക്കും, നിൽക്കും, അങ്ങനെ അധികം കിടക്കില്ല. ഇച്ചിരി നേരം കിടന്നാലും പെട്ടെന്ന് എഴുന്നേൽക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു എല്ലാം കൂടി സത്യം പറഞ്ഞാൽ ഒരു 1 വീക്ക്, ആ 1 വീക്കിനുള്ളിൽ തന്നെ അമ്മച്ചിക്ക് പെട്ടെന്ന് തന്നെ ഒരു ദിവസം അമ്മച്ചി അങ്ങ് പോവുമായിരുന്നു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ഷോക്കായിപ്പോയി കേട്ടോ. കാരണം ഞാൻ അമ്മച്ചിയായിട്ട് അങ്ങനെ അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെയൊരു കാര്യം. പ്രതീക്ഷിക്കാതെ വന്നു. പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ ഒരു ശൂന്യതയും കാര്യങ്ങളും നമുക്ക് നമുക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് പിന്നീട് ഒരിക്കലും അവരെ കാണാൻ പറ്റത്തില്ല. അതൊരു ഭയങ്കര ഒരു വേദനയുള്ള കാര്യം തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ അതുകൂടാതെ അപ്പുക്കുട്ടനാണെങ്കിലും ഭയങ്കര വിഷമമായിരുന്നു. അവനാണെങ്കിൽ 2 ദിവസം അമ്മച്ചിയെ കാണണം, അമ്മച്ചി എന്നാ വരാത്തതെന്ന് ചോദിച്ചു. അങ്ങനെ കുഞ്ഞാണെങ്കിലും നല്ല വഴക്ക്. എല്ലാം കൂടി സത്യം പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് നമ്മുടെ കൂടെയുള്ള ഒരാൾ പെട്ടെന്ന് നമുക്കങ്ങ് നഷ്ടപ്പെട്ടു പോകുമ്പോഴത്തേക്കും അതൊരു ഭയങ്കര ഷോക്ക് തന്നെയാണല്ലേ. പിന്നീട് ഒരിക്കലും അവരെ കാണാൻ പറ്റത്തില്ലല്ലോ. ഒരു ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണ്. പിന്നെ അതിൽ നിന്ന് ഒന്ന് റിക്കവർ ആകാൻ സമയമെടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനിടയ്ക്ക് വീണ്ടും കുഞ്ഞിന് പനി വന്നു, എനിക്ക് പനി വന്നു. ഇപ്പം തന്നെ എൻ്റെ വോയിസ് ഓൾറെഡി കേട്ടാൽ അറിയാം, നല്ല സൗണ്ട് അടപ്പും ജലദോഷക്കോളും ഒക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നാട്ടിൽ നല്ല ചൂടാണല്ലോ, ആ ഒരു ചൂടിൻ്റേത് കൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പൂനാണെങ്കിലും അങ്ങനെ ജലദോഷം ഒന്നും അങ്ങ് വിട്ടു മാറുന്നില്ല. അതിൻ്റെ വഴക്ക്. ഇതിനിടയ്ക്ക് വിനീഷ് ചേട്ടന് ലീവ് അധികം ഉണ്ടായിരുന്നില്ലല്ലോ. ഇതിനിടയ്ക്ക് വിനീഷ് ചേട്ടൻ കയറിപ്പോയി, എൻ്റെ ആങ്ങള കയറിപ്പോയി. അമ്മച്ചി മരിച്ച 7ൻ്റെ അന്ന് വിനീഷ് ചേട്ടനും കയറിപ്പോയി. അതിന് മുമ്പായിട്ട് എൻ്റെ ആങ്ങള കയറിപ്പോയി. അങ്ങനെ അവർ എല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലും ആരുമില്ല. കുഞ്ഞിനാണെങ്കിലും പെട്ടെന്ന് വിനീഷ് ചേട്ടൻ പോയപ്പോഴേ, ഇത്രയും നാളും ഞങ്ങൾ കൂടെ ഒന്നിച്ചായിരുന്നല്ലോ. അപ്പോൾ വിനീഷ് ചേട്ടൻ പെട്ടെന്ന് പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പിടിവാശിയും വഴക്കും ഒക്കെ ആയിട്ട് അവനെ ഒന്ന് മാനേജ് ചെയ്ത് വരാനായിട്ടും കുറച്ച് സമയമെടുത്തു. ഇപ്പോഴും ആൾ ഓക്കെ ആയിട്ടില്ല. ഇപ്പോഴും പറയും, അമ്മേ അപ്പയുടെ അടുത്ത് പോകാം, അപ്പയുടെ അടുത്ത് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കരയും. ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് എനിക്ക് വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇടാൻ പറ്റാത്തത്. സത്യം പറഞ്ഞാൽ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വേളാങ്കണ്ണിക്ക് പോയതും മലയാറ്റൂർക്ക് പോയൊക്കെ വീഡിയോസ് ഉണ്ട്. പക്ഷേ നമുക്ക് ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് ഇടണമല്ലോ. അപ്പോൾ അതിനുള്ളൊരു സമയമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും നാളെ ഞാൻ വീഡിയോസ് ഇടാനായിട്ട് വൈകിയത്. ഇനി ഈ പറഞ്ഞതുപോലെ ഇടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളും വരുമ്പോൾ ഡെയിലി വീഡിയോസ് ഇടാനൊന്നും പറ്റുന്നില്ല. എങ്കിലും പറ്റുന്നത് പോലെയൊക്കെ ഞാൻ വീഡിയോകളെല്ലാം ഇടുന്നതായിരിക്കും. എനിക്ക് ആ ഒരു സമയം കിട്ടുന്നതനുസരിച്ച് ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് കുറച്ച് ദിവസങ്ങൾ കൂടിയിട്ട് ഇപ്പോൾ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ അപ്പവും കുരിശപ്പവും കാര്യങ്ങളും ഒക്കെ എല്ലാം റെഡിയായി. ഒരെണ്ണം വിനീഷ് ചേട്ടൻ ചെയ്ത് കഴിഞ്ഞ് ബാക്കി വിനീഷ് ചേട്ടൻ്റെ മടിയായി. പിന്നെ ബാക്കി മമ്മിയാണ് നമ്മുടെ ഇൻട്രിയപ്പം ഇലയ്ക്കകത്തേക്ക് പരത്തി വെക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ ഒരു 5 മണിക്കായിരുന്നു കുർബാനയും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അപ്പം വേവിച്ച് വെച്ചിട്ടാണ് ഞങ്ങൾ പള്ളിയിൽ പോയത്. പിന്നെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് പാലൊക്കെ ഉണ്ടാക്കിയത്. ഞങ്ങൾ പള്ളിയിലെല്ലാം പോയിട്ട് വന്ന് രാത്രി ഒരു 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്പവും എല്ലാം പാലെടുക്കാനുള്ള ഗ്ലാസ്സും എല്ലാം സെറ്റ് ചെയ്ത് വെക്കുവാണ്. നമ്മുടെ താഴേന്ന് 2-3 വീട്ടുകാരും കൂടെ വരും. അപ്പോൾ അവരും കൂടെ വന്നിട്ടേ നമ്മൾ മുറിക്കത്തുള്ളൂ. അപ്പോൾ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ അപ്പം മുറിക്കാൻ വേണ്ടിയിട്ടെല്ലാം സെറ്റ് ചെയ്ത് വെക്കുവാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ അമ്മ വീടിൻ്റെ അടുത്താണ് എന്നെ കെട്ടിച്ച് വിട്ടതെന്ന്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അപ്പം മുറിക്കുന്നത് അവരെല്ലാവരും 6 ആമക്കളാണ് ഇവർ. എൻ്റെ മമ്മിയുടെ ചേട്ടൻ്റെ മക്കളെല്ലാവരും അടുത്തടുത്താണ് താമസിക്കുന്നത്.
അങ്ങനെ എല്ലാവരുടെയും വീട് വഴി അവിടെയുള്ള മമ്മിയുടെ കസിൻസിൻ്റെ ഒക്കെ വീട് വഴി പോയിട്ട് ഏറ്റവും മൂത്ത ആളാണ് എല്ലാ വീട്ടിലും അപ്പം മുറിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാച്ചൻ്റെ ചേട്ടൻ്റെ മകനാണ്, ജോയി പാപ്പൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ ഈ ജോയി പാപ്പനാണ് ഏറ്റവും മൂത്ത ആൾ. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ വീട്. എല്ലാവരും വന്ന് അങ്ങനെ എല്ലാ വീടുകളിലും പോയി ഞങ്ങൾ അപ്പമൊക്കെ മുറിക്കുന്ന ആ ഒരു വീഡിയോസാണ് ഇതെല്ലാം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിൽ ആണ് ഞാനിങ്ങനെ എൻ്റെ അമ്മ വീട്ടിൽ പെസഹ കൂടിയിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്രാവശ്യം എൻ്റെ അമ്മ വീട്ടിൽ ഇതുപോലെ പെസഹ കൂടുന്നത്. അത് വളരെ ഒരു സന്തോഷമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാതെ വന്ന ഒരു കാര്യമാണ്. നമ്മളങ്ങനെ പെസഹായ്ക്ക് വേണ്ടിയിട്ട് കണക്ക് കൂട്ടിയിട്ടൊന്നും നാട്ടിൽ വന്നതായിരുന്നില്ല. അപ്പോൾ വന്ന സമയത്ത് നമ്മുടെ ആ ഒരു സമയം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ എല്ലായിടത്തും പോയി എല്ലാവരുടെയും കൂടെ നമ്മുടെ കസിൻസിൻ്റെ ഒക്കെ വീടുകളിൽ പോയി ഇങ്ങനെയുള്ള പെസഹായിലൊക്കെ പങ്കെടുക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു സത്യം പറഞ്ഞാൽ അന്ന്. ഒരുപാട് നാൾ കൂടിയിട്ടാണ് എല്ലാവരെയും കാണുന്നതും. ഞങ്ങൾ ഇതുപോലെ വരുമ്പം ജസ്റ്റ് വരും, വന്നിട്ട് എല്ലാവരുടെയും വീടുകളിലൊന്നും അന്നേരം പോകാൻ നമുക്ക് ടൈം കിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒരു മാസം ഉണ്ടാവുള്ളൂ. ആ ഒരു മാസത്തിൽ അടുത്തുള്ള വീടുകളിലൊക്കെ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി പോരുന്നല്ലാതെ എല്ലാവരെയും നമുക്ക് കൊച്ചുമക്കളെ എല്ലാവരെയും കാണാനൊന്നും ഉള്ള ടൈമില്ലായിരുന്നു കേട്ടോ. ഇതും കാണാൻ നമ്മൾ ഒരുപാട് നാളുകൾ കൂടിയിട്ടാണ് എല്ലാവരെയും കാണാൻ പറ്റി. ഇത് പാപമോചനത്തിന് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുമായ രക്തമാണ്. ഇങ്ങനെ ഫൈനലി അവിടുത്തെ അപ്പം മുറി എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വീട്ടിലെ അപ്പം മുറിക്കാനായിട്ട് പോവുകയാണ്. താഴെ നമ്മുടെ വരുമെന്നുള്ള താഴെ അടുത്തുള്ള വീട്ടിലെ അവരെല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ വീട്ടിലെ അപ്പം മുറിയാണ് ഇതെല്ലാം. ഇതെന്താണ് സംഭവം എന്നറിയാമോ? നമ്മൾ ഓൾറെഡി കത്തിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മുറിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു കത്തിയൊക്കെ എടുത്ത് വെച്ചിരുന്നതാണ്. സമയമായി കഴിഞ്ഞപ്പോഴത്തേക്കും അത് എവിടെ പോയി എന്ന് കാണുന്നില്ല. അന്നേരം ഒരു ജസ്റ്റ് അവിടെ ഒന്നും നോക്കി കണ്ടില്ല. പിന്നെ ഓൾറെഡി ലേറ്റ് ആകുമല്ലേ, എല്ലാവരും വന്ന് വെയിറ്റ് ചെയ്യുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു കത്തി തരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഈ കത്തി ജസ്റ്റ് ഒന്ന് തുടച്ചെല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കുമായിരുന്നേ. അങ്ങനെയാണ് ഈ കത്തി കൊണ്ട് മുറിച്ചത്. അങ്ങനെ നമ്മൾ ഈ വർഷം നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ വിനീഷൻ്റെ വീട്ടിൽ പെസഹ കൂടുന്നത് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. ആദ്യത്തെ പ്രാവശ്യം കല്യാണം കഴിഞ്ഞ ആ ഒരു ടൈമിൽ ഞാൻ കൊറോണയൊക്കെ വന്ന ടൈമിലാണ് ഞാൻ വീട്ടിൽ അതിരമ്പുഴയിൽ പെസഹ കൂടുന്നത്. അങ്ങനെ ഇപ്രാവശ്യം അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ വീട്ടിൽ പെസഹ കൂടുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് നല്ലൊരു പെസഹയൊക്കെ ആഘോഷിച്ച് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.